ഇന്നത്തെ വീഡിയോയിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ മെത്തേഡിൽ ചെയ്യുന്ന കുറച്ചുകൂടെ പ്രോബ്ലംസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഇവിടുത്തെ പ്രത്യേകത ആദ്യം തന്നെ അത് പ്രോപ്പർ ഫോം ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി 2 ആണ്, ഡിനോമിനേറ്ററിൻ്റെ ടോട്ടൽ ഡിഗ്രി 3 ആണ്. അതുകൊണ്ട് അത് പ്രോപ്പർ ഫോമിലാണ്. ഡിനോമിനേറ്ററിൽ 2 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ അതിൽ ഒന്ന് ലീനിയർ ഫാക്ടറും മറ്റേത് ക്വാഡ്രാറ്റിക് ഫാക്ടറും ആണ്. ഇതിനെ ലീനിയർ ഫാക്ടേഴ്സ് ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടേബിളിൽ പാർഷ്യൽ ഫ്രാക്ഷൻസ് എങ്ങനെ വരുന്നുള്ള ടേബിളിൽ പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വെച്ചിട്ട് ലെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇത് ലീനിയർ ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ബൈ എക്സ് പ്ലസ് 2 പ്ലസ് അടുത്തത് ക്വാഡ്രാറ്റിക് ഫാക്ടർ ആണ്. ഇതിനെ ലീനിയർ ആക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ന്യൂമറേറ്ററിൽ ബി എക്സ് പ്ലസ് സി, ഒരു എക്സിൻ്റെ ടേമും ഒരു കോൺസ്റ്റന്റ് ടേമും, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ഇതാണ് അവിടുത്തെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ പാറ്റേൺ ആയിട്ട് വരിക. ഇത് ക്വാഡ്രാറ്റിക് ആയതുകൊണ്ടാണ് അതിൻ്റെ ന്യൂമറേറ്ററിൽ നമ്മൾ ബി എക്സ് പ്ലസ് സി എഴുതിയത്. ഇനി വേറൊരു കാര്യം മുന്നേ പറഞ്ഞത് ആലോചിക്കാം. ഡിനോമിനേറ്ററിൻ്റെ ടോട്ടൽ ഡിഗ്രി 3 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കുമ്പോൾ 3 കോൺസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരിക്കും. ദ നമ്പർ ഓഫ് കോൺസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കാം. ഇനി കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ ഇവിടെ എ ബി സി 3 കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് കാണുന്നു. സോ ഇതിൽ നിന്നും നമുക്ക് ന്യൂമറേറ്ററിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇതേ ഡിനോമിനേറ്റർ ഇവിടെ വന്നാൽ കറസ്പോണ്ടിങ് ന്യൂമറേറ്റർ എന്താണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. സോ എ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി എക്സ് പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതിൽ നിന്ന് എ ബി സി നമുക്ക് കിട്ടണം. സോ നമ്മൾ മുന്നേ ചെയ്തിരുന്ന പോലെ നമുക്ക് ആദ്യം തന്നെ എക്സിന് എന്ത് വാല്യൂ ആണ് ഇവിടെ കൊടുക്കാൻ പറ്റുകയെന്ന് ആലോചിക്കാം. ഇവിടെ നമ്മൾ +1 കൊടുത്താലും -1 കൊടുത്താലും ഈ ടേം ക്യാൻസൽ ആയി പോകില്ല, കാരണം അതിന് സ്ക്വയർ ഉണ്ട്. പിന്നെ ഈ ടേമിനെ നമുക്ക് ക്യാൻസൽ ആക്കാം. അതിനെന്ത് കൊടുത്താൽ മതി? എക്സ് ഈക്വൽ ടു -2 കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം. എക്സ് ഈക്വൽ ടു -2 കൊടുക്കാം. അപ്പോൾ ഈ ടേം എന്താ വരിക? -2ൻ്റെ സ്ക്വയർ 4 പ്ലസ് -2 പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഈ ഭാഗം. -2ൻ്റെ സ്ക്വയർ 4, എക്സിന് -2 കൊടുത്തു, 1 അങ്ങനെ തന്നെ എഴുതി, ഈക്വൽ ടു എ ഇൻറ്റു ഇവിടെ എന്താ കിട്ടുക? -2ൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 4 പ്ലസ് 1 ഈസ് 5. ഈ ടേം 0 ആവും, ബിക്കോസ് ദിസ് ടേം ബിക്കംസ് 0. അപ്പോൾ ആ പാർട്ട് ഫുള്ള് 0 ആയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എയുടെ വാല്യൂ കിട്ടണം. എന്താ കിട്ടുക? 4 minus 2 is 2, 2 plus 1 is 3. So 3 is equal to 5 എന്ന് കിട്ടും, which implies a is equal to 3 by 5. എയുടെ വാല്യൂ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഇനി നമുക്ക് x ഈക്വൽ ടു -2 കൊടുത്ത പോലെ ഇവിടെ വേറെ ലീനിയർ ഫാക്ടേഴ്സ് ഒന്നുമില്ല, അതുപോലെ എക്സിൻ്റെ വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബിയും സിയും കിട്ടണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മാർഗത്തിൽ ചെയ്യേണ്ടി വരും. വേറെ മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് സ്ക്വയർ. ഈ ഇക്വേഷനിൽ, ഇതാണ് ന്യൂമറേറ്ററിൻ്റെ ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൈഡിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, ഈക്വൽ ടു ഈ സൈഡിൽ എ ഇൻറ്റു എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് എ കിട്ടും. ഇവിടെ എന്താ കിട്ടുക? ബി എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് പ്ലസ് ബിയും വരും. ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂയിലേക്ക് കടക്കാം. സോ ദിസ് ഇംപ്ലൈസ് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ബി? 1 മൈനസ് എ, ദാറ്റ് ഈസ് 1 മൈനസ് 3 by 5. ആൻഡ് വാട്ട് ഈസ് 1 മൈനസ് 3 by 5? ഇറ്റ് ഈസ് 2 by 5. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ആവശ്യം സി ആണ്, അല്ലേ? സി കിട്ടാനും ഇതുപോലെ വാല്യൂസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് നമ്മൾ ഓൾറെഡി കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും ഒന്നുകിൽ കോൺസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ എക്സ് വരുന്ന ടേമോ ആവാം, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം.
So let us take the constants. So comparing the constants, നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ എളുപ്പമുള്ളതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഈ സൈഡിൽ കോൺസ്റ്റന്റ് 1 ആണ്, ഈക്വൽ ടു ഇവിടെ a into 1, ദാറ്റ് ഈസ് a വരും. ബിയുടെ കൂടെ കോൺസ്റ്റന്റ് വരില്ല, കാരണം എന്താ, ബിയുടെ കൂടെ എപ്പോഴും എക്സ് ഉണ്ട്. അപ്പൊ ഇനി അടുത്ത സിയുടെ ടേം ആണ്. ഏതാ സിയുടെ ടേം വരിക? 2c. ഇതാണ് കോൺസ്റ്റന്റ്സിന്റെ ഇക്വേഷൻ കിട്ടുക. ഇതിൽ നിന്ന് ആദ്യം 2c കാണണം, പിന്നെ അതിൽ നിന്ന് c എടുക്കണം നമുക്ക്. So this implies what is 2c? 2c is equal to 1 minus a. That is 1 minus a എന്ന് പറയുന്നത് 1 minus 3 by 5 equal to 2 by 5 ആണ്. 2c equal to 2 by 5. So what is the value of c? c is equal to 1 by 5. അപ്പോൾ നമുക്ക് a, b, c ഈ വാല്യൂസ് എല്ലാം ഇപ്പോൾ കിട്ടി. ഇനി നമുക്ക് ഇന്റഗ്രലിലേക്ക് പോവാണ് വേണ്ടത്. Therefore integral of x square plus x plus 1 by x plus 2 into x square plus 1 dx equal to, ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്ന പുതിയ എക്സ്പ്രഷൻ. അതിൽ എയും ബിയും സിയും കൊടുത്തിട്ട് എഴുതണം. അപ്പോൾ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് ദ ഫസ്റ്റ് ടേം ഈസ് a by what is a 3 by 5 by x plus 2 plus അടുത്തത് bx plus c. b എത്രയാണ്? 2 by 5x bx plus c യുടെ വാല്യൂ 1 by 5 divided by x square plus 1. ഇതിനൊന്നിച്ച് നമുക്ക് dx കൊടുക്കാം. ഇതാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിനെയാണ് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഫസ്റ്റ് ഇന്റഗ്രലിൽ നിന്ന് 3 by 5 പുറത്തെടുക്കാം. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് 1 by x plus 2 and the result is log mod x plus 2. ഇനി ഇതിനെ നമുക്ക് നോക്കാം. ഇതിൽ 2 by 5x plus 1 by 5, അതിൽ 1 by 5 is a constant. അപ്പോൾ ആദ്യം നമുക്ക് 1 by 5നെ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്? ഇവിടെ 2x plus 1 divided by x square plus 1 dx. ഇനി അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. അപ്പോൾ ആദ്യത്തെ ടേം ഞാൻ അതേപോലെ എഴുതുകയാണ്. ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. പ്ലസ് 1 by 5 ഇൻറ്റു, ഇനി ഇതിനെ ഞാൻ രണ്ടാക്കാൻ പോവാണ്. എങ്ങനെ രണ്ടാക്കുക? 2x by x square plus 1 plus 1 by x square plus 1. So integral of 2x by x square plus 1 plus 1 by x square plus 1 dx ആണ്. ഇനി നമുക്ക് അതിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു നോക്കണം. So first term 3 by 5 log mod x plus 2 plus 1 by 5 into integral of 2x by x square plus 1. നിങ്ങൾ നോക്കൂ, x square plus 1ന്റെ ഡെറിവേറ്റീവ് ആണ് 2x. അപ്പോൾ നമ്മൾ ഇതിന് t കൊടുത്താൽ 2x dx equal to dt വരും. 1 by t dt എന്നുള്ള ഫോമിൽ വരും. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്താണ്? log modulus of the denominator ആണ്. സിൻസ് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് മോഡുലസ് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. പ്ലസ് അടുത്തത് 1 by x square plus 1. ഇന്റഗ്രൽ ഓഫ് 1 by 1 plus x square എന്ന് വായിക്കാം ഇതിന്. അത് നമ്മൾ കാണാതെ പഠിക്കുന്ന ഫോർമുലയാണ്. വാട്ട് ഈസ് ദ റിസൾട്ട്? tan inverse of x. അപ്പോൾ രണ്ടിന്റെ ഇന്റഗ്രേഷൻ തരുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, പ്ലസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്റഗ്രൽ ഓഫ് x cube plus x plus 1 by x square minus 1 dx. ഇവിടെ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി 3 ആണ്, ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി 2 ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ പ്രോപ്പർ ഫോം. അപ്പോൾ ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ പ്രോപ്പർ ഫോമിലേക്ക് മാറ്റണം. അതിന് എക്സ് ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് 1നെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മുടെ എയിം ഇത് ക്യാൻസൽ ചെയ്ത് പോകണം. ഇവിടെ എക്സ് ക്യൂബ് കിട്ടണം. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ് സ്ക്വയറിനെ ഇൻറ്റു ചെയ്യേണ്ടത്? എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് എക്സ് ക്യൂബ്, എക്സ് ഇൻറ്റു മൈനസ് 1 ഈസ് മൈനസ് എക്സ്. ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ആവും. ഇവിടെ എക്സ് പ്ലസ് എക്സ് ആവും, ദാറ്റ് ഈസ് 2x. ഇനി ഈ പ്ലസ് 1നെ താഴേക്ക് ഇറക്കിയത്. നൗ യൂസിങ് ദിസ്, ഈ ഇന്റഗ്രലിനെ നമുക്ക് ഇന്റഗ്രൽ ഓഫ് എങ്ങനെ എഴുതാം? ഒരു എക്സ് തവണ കംപ്ലീറ്റ് പോയി. സോ എക്സ് പ്ലസ് 2x plus 1 divided by
x square minus 1 dx. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? 2x plus 1 ഒന്നിച്ചെഴുതിയാൽ അവിടെ കിട്ടില്ല. പക്ഷേ x square minus 1 ഡെറിവേറ്റീവ് ആണ് 2x. So let us split this as two terms. അപ്പോൾ എന്ത് കിട്ടും? Integral of x plus 2x by x square minus 1 plus 1 by x square minus 1 dx എന്നാണ്. ഇനി നോക്കൂ, x square minus 1 ഡെറിവേറ്റീവ് ആണ് 2x. അപ്പോൾ ലോഗ് മോഡുലസ് ഓഫ് എന്നുള്ള ഫോമിൽ ഈ ഇന്റഗ്രൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ 1 by x square minus a square എന്നുള്ള ഫോമാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിന് സ്യൂട്ടായിട്ടുള്ള ഫോർമുലയുണ്ട്. അത് വെച്ചിട്ട് അവിടെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ ഈ മെത്തേഡിൽ എങ്ങനെ ആൻസർ വരിക നോക്കാം. ഇന്റഗ്രൽ ഓഫ് എക്സ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇന്റഗ്രൽ ഓഫ് 2x by x square minus 1 ഈസ് ലോഗ് മോഡുലസ് ഓഫ് x square minus 1 ബിക്കോസ് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് 2x. ഇനി അടുത്തത് ഇന്റഗ്രൽ ഓഫ് 1 by x square minus a square. What is the result? 1 by 2a. a യുടെ വാല്യൂ 1 ആയതുകൊണ്ട് 2 into 1 വരും. ലോഗ് മോഡുലസ് ഓഫ് x minus a by x plus a, that is x minus 1 by x plus 1 plus a. ഈ രീതിയിൽ നമുക്ക് ആൻസർ എഴുതാം. ഇനി ഇതേ ക്വസ്റ്റ്യൻ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതുന്നതിന് പകരം ഈ സ്റ്റെപ്പ് വരെ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് രണ്ടാക്കാം. എങ്ങനെ? എക്സ് സ്ക്വയർ മൈനസ് 1 പകരം എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എഴുതാം. ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അപ്പം എന്താ കിട്ടുക? ലെറ്റ് 2x plus 1 by x minus 1 into x plus 1 is equal to a by x minus 1 plus b by x plus 1. Now the equation of numerator is 2x plus 1 equal to a into x plus 1 plus b into x minus 1. ഇതിൽ നമുക്ക് ആദ്യം x equal to minus 1 കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക? minus 2 plus 1, that is minus 1 is equal to ഈ ടേം 0 ആവും. ഇവിടെ എന്താ കിട്ടുക? minus 2b എന്നാവും. minus 1 minus 1 minus 2 ആയിട്ട് കിട്ടും, which implies b is equal to 1 by 2. ഇനി അടുത്ത് നമുക്ക് കൊടുക്കാവുന്ന x ന് 1 ആണ്. അപ്പോൾ എന്താ കിട്ടുക? 2 plus 1, that is 3 is equal to എന്നോ. ഇവിടെ x ന് 1 കൊടുത്താൽ 2a കിട്ടും. ഈ ടേം ക്യാൻസൽ ആയി പോകും, which implies a is equal to 3 by 2. ഈ രണ്ട് വാല്യൂസും കൊണ്ട് നമ്മൾ നമ്മുടെ ഇന്റഗ്രലിലേക്ക് വരും. സോ ദിസ് ക്വസ്റ്റ്യൻ ബിക്കംസ് എങ്ങനെയാവും? ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് 2x plus 1 by x minus 1 into x plus 1 dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എക്സ് പ്ലസ് ഈ ടേമിന് പകരം 3 by 2 by x minus 1 പ്ലസ് അടുത്ത ടേം എന്താ? b by x plus 1. b യുടെ വാല്യൂ 1 by 2. 1 by 2 by x plus 1 dx. now ഈ ഓരോന്നിന്റെ റിസൾട്ട് നമുക്ക് എഴുതാം. ഇതിന്റെ ഇന്റഗ്രൽ x square by 2 plus 3 by 2 1 by x minus 1 ന്റെ ഇന്റഗ്രൽ log modulus of x minus 1. അതുപോലെ അടുത്ത ടേമിന്റെ ഇന്റഗ്രൽ എന്താ വരിക? plus 1 by 2 പുറത്തെടുക്കാം. 1 by x plus 1 ന്റെ ഇന്റഗ്രൽ log modulus of x plus 1 plus c. ഈ ആൻസറും ശരിയാണ്. ഈ രീതിയിലും എഴുതാം. നിങ്ങൾക്ക് നേരത്തെ ആൻസറും ഇതും തമ്മിൽ സെയിം ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. നേരത്തെ ആൻസറിൽ ലോഗിന്റെ റൂൾസ് ഉപയോഗിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് രീതിയിലും ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇന്റഗ്രൽ ഓഫ് 1 by x raised to 4 minus 1 dx. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നൊരു പാറ്റേൺ ഉണ്ട്. എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ ആണിത്. മൈനസ് 1 ക്യാൻ ബി കൺസിഡർഡ് ആസ് 1 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഫോമിൽ നമുക്ക് അതിനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് 1 by ഇതിനെ നമുക്ക് രണ്ടാക്കിയാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് മാറ്റി എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പാറ്റേൺ ആണ്. എ സ്ക്വയറിന്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാം.
ഇനി ഇതിന് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിനെ നമുക്ക് വീണ്ടും ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല, ലീനിയർ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റില്ല. പക്ഷെ എക്സ് സ്ക്വയർ മൈനസ് വണ്ണിനെ വീണ്ടും നമുക്ക് ഫാക്ടേഴ്സ് ആക്കാം. അപ്പൊ ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാണ്. 1/x സ്ക്വയർ പ്ലസ് 1 അവിടെ വെച്ച് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റാത്തത്. ഇതിനെ നമുക്ക് വീണ്ടും രണ്ടാക്കാം. എങ്ങനെ? x മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 dx എന്നായി. അപ്പൊ ന്യൂമറേറ്ററിൽ 1 ആണ്, ഡിനോമിനേറ്ററിൽ നമുക്ക് 3 ഫാക്ടേഴ്സ് ആണ്. അതിൽ 2 ലീനിയർ ആണ്, ഒരെണ്ണം ക്വാഡ്രാറ്റിക് ഫാക്ടർ ആണ്. അപ്പൊ ഇതിന് ഇക്വേഷൻ 1 അവിടെ കൊടുത്തു. ഇനി നമുക്ക് അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാ അസ്യൂം ചെയ്യേണ്ടത്? ലെറ്റ് 1/x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു, ഇതിന്റെ ക്വാഡ്രാറ്റിക് ആയതുകൊണ്ട് അതിന്റെ ന്യൂമറേറ്ററിൽ 2 കോൺസ്റ്റന്റ്സ് ഉണ്ട്. സോ ദ കറസ്പോണ്ടിങ് ടേം ഈസ് ax പ്ലസ് b ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1. ക്വാഡ്രാറ്റിക് ആയതുകൊണ്ടാണ് 2 കോൺസ്റ്റന്റ്സ് മുകളിൽ വന്നത്. ഇനി അതിന് മുന്നേ നോക്കിക്കോളൂ, ഡിനോമിനേറ്ററിന്റെ ടോട്ടൽ ഡിഗ്രി 4 ആണ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻസ് ആക്കുമ്പോൾ നമുക്ക് 4 കോൺസ്റ്റന്റ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. 2 വന്നു. പ്ലസ് അടുത്ത ഫാക്ടർ എക്സ് മൈനസ് 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് c ബൈ എക്സ് മൈനസ് 1. അടുത്തത് എക്സ് പ്ലസ് 1, അതിന് കറസ്പോണ്ടിങ് d ബൈ എക്സ് പ്ലസ് 1. ഇതാണ് അവിടുത്തെ പാർഷ്യൽ ഫ്രാക്ഷൻസിന്റെ പാറ്റേൺ. ഇനി നമുക്ക് ന്യൂമറേറ്ററിന്റെ ഇക്വേഷൻ എടുക്കണം. അപ്പൊ എന്താ കിട്ടുക? ഈ സൈഡിൽ 1 ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി ഇൻറ്റു, അതിന്റെ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. അപ്പൊ ഈ 2 ഫാക്ടേഴ്സും വരണം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് സി ഇൻറ്റു, സിയുടെ ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് 1 ആണ്. അപ്പൊ സിയുടെ കൂടെ ഇതും വേണം. എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ഡി ഇൻറ്റു, ഡിയുടെ ഡിനോമിനേറ്റർ എക്സ് പ്ലസ് 1. അപ്പൊ ഈ 2 വരണം. ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇതാണ് അവിടുത്തെ ന്യൂമറേറ്ററിന്റെ ഇക്വേഷൻ. Now from this we have to find a, b, c and d. അതിനാദ്യം നമുക്ക് ഇവിടെ കൊടുക്കാവുന്നത് എക്സിന് 1 കൊടുക്കാം അല്ലേ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് x ഈക്വൽ ടു 1 ഇംപ്ലൈസ് എന്താ കിട്ടുക? എക്സിന് 1 കൊടുത്താൽ 1 is equal to, ഈ ടേം 0 ആവും, ഇതും 0 ആവും. അപ്പൊ സിയുടെ വാല്യൂ നമുക്ക് എക്സിന് 1 കൊടുത്താൽ കിട്ടും. എന്താ വരിക? c ഇൻറ്റു 1 plus 1 is 2 into, here also 1 plus 1 is 2, which implies 4c equal to 1. This 4c, the 1, which implies c is equal to 1 by 4. അപ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടി, സിയുടെ വാല്യൂ 1/4 ആണ്. ഇനി നമുക്ക് എക്സിന് 1 കൊടുത്ത പോലെ അടുത്ത കൊടുക്കാൻ പറ്റുന്ന ഇതിനെ നോക്കിയിട്ട് എക്സിന് -1 കൊടുത്താൽ ഈ ടേം 0 ആവും അല്ലേ? അപ്പൊ നമുക്ക് അടുത്തത് എക്സ് ഈക്വൽ ടു -1 കൊടുത്തു നോക്കാം. So the result is 1 is equal to, ഈ ടേം 0 ആവും, ഈ ടേം 0 ആവും, ഇതിന്റെ വാല്യൂ ആണ് കിട്ടുക d ഇൻറ്റു എക്സിന് -1 കൊടുത്താൽ -1 സ്ക്വയർ പ്ലസ് 1, 1 plus 1 is equal to 2 ഇൻറ്റു ഇവിടെ -1 കൊടുത്താൽ -1 - 1 that is -2. അപ്പൊ എന്താ കിട്ടുക? this term is -4d equal to 1. അതിൽ നിന്നും d is equal to -1/4 എന്ന് കിട്ടി. അപ്പൊ നമുക്കിപ്പോ സിയും ഡിയും ആണ് കിട്ടിയത്, എയും ബിയും കണ്ടുപിടിക്കാൻ ബാക്കിയുണ്ട്. ഇനി ഇതേപോലെ ലീനിയർ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇതേപോലെ വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? സൂട്ടബിൾ ആയിട്ടുള്ള കോഎഫിഷ്യൻസിനെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ കമ്പയറിംഗ് the coefficients of x cube എടുക്കാം. നമുക്ക് x cube വരുന്ന ടേംസിന്റെ കോഎഫിഷ്യന്റ് ലെഫ്റ്റിൽ ഇല്ല, സോ 0 ഈക്വൽ ടു റൈറ്റിൽ x cube വരുന്ന ഏതാ? ax ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്, ax ക്യൂബ് ആവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് a കിട്ടും. പിന്നെ ഇതിൽ x cube വരുന്ന ടേം ഇല്ല. ഇനി ഇവിടെ c x സ്ക്വയർ ഇൻറ്റു എക്സ്, c x ക്യൂബ് ആണ്. അപ്പൊ പ്ലസ് c കിട്ടും. പിന്നെ ഇവിടെയും വരും, ഇവിടെ എന്താ വരിക? d x സ്ക്വയർ ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് dx ക്യൂബ്, അതിൽ നിന്ന് പ്ലസ് ഡിയും കിട്ടും. ഇത്രയുമാണ് എക്സ് ക്യൂബിന്റെ കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുക. അതിൽ സിയുടെയും ഡിയുടെയും വാല്യൂസ് നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ a കിട്ടുമല്ലോ. സോ ദിസ് ഇംപ്ലൈസ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a? a ഈസ് ഈക്വൽ ടു -c - d അല്ലെ? വാട്ട് ഈസ് -c?
minus 1 by 4. അടുത്തത് minus d എഴുതണം. Minus of minus 1 by 4, that is plus 1 by 4, and the result is 0. A യുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 എന്നാണ്. A is equal to 0. C കിട്ടി, D കിട്ടി. ഇനി നമുക്ക് ഏതാ ബാക്കിയുള്ളത്? B ആണ് ബാക്കിയുള്ളത് അല്ലേ? B കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? B കോൺസ്റ്റന്റിന്റെ ഫോമിലല്ലേ വരുന്നത്? B into minus 1 into 1. അതാണ് നമുക്ക് എടുക്കാൻ എളുപ്പം. So let us take the constants. Comparing the constants. ലെഫ്റ്റിലെ കോൺസ്റ്റന്റ് 1 ആണ്. റൈറ്റിലെ കോൺസ്റ്റന്റ് ആയിട്ട് A യുടെ കൂടെ കോൺസ്റ്റന്റ് വരില്ല, കാരണം A യുടെ കൂടെ എപ്പോഴും x ഉണ്ട്. So B into minus 1 into plus 1, that is minus B. ഇനി ഇവിടെ C into 1 into 1 plus C. D into 1 into minus 1, that is minus D. ഇതിൽ നിന്ന് നമുക്ക് B യുടെ വാല്യൂ കിട്ടണം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം ആ ഇക്വേഷനെ? This implies B is equal to C minus D minus 1. B ഇങ്ങോട്ട് എടുത്തു, 1നെ അങ്ങോട്ട് എടുത്തു, സിയും ഡിയും അവിടെ തന്നെ ഉണ്ട്. Now let us substitute the values. C യുടെ വാല്യൂ 1 by 4 minus D യുടെ വാല്യൂ minus 1 by 4 minus 1. അപ്പോൾ ഇവിടെ 1 by 4 plus 1 by 4 ആവും. 1 by 4 plus 1 by 4 എത്രയാ? Half. Half minus 1, that is minus 1 by 2. So that is the value of B. B is equal to minus 1 by 2. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് ആവശ്യമായ എല്ലാ ഇൻ്റഗ്രൽസും കിട്ടി. ഇനി എന്ത് വേണം? ഇക്വേഷൻ 1ലേക്ക് തിരിച്ചു പോകണം. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. Therefore, equation 1 implies integral of 1 by x raised to 4 minus 1 dx equal to, ഇനി നമുക്ക് ഇതാണ് എഴുതേണ്ടത്. ഇതിന് പകരം നമ്മൾ അതിന്റെ പുതിയ ഫോം എഴുതണം. എന്തൊക്കെയാ വരിക? ഇന്റഗ്രൽ ഓഫ് ax പ്ലസ് ബി. സോറി, എയുടെയും ബിയുടെ ഒക്കെ വാല്യൂസ് ഞാൻ മായ്ച്ചു പോയി. ഒന്നും കൂടെ എഴുതാം. സിയുടെ വാല്യൂ 1 by 4, ഡിയുടെ വാല്യൂ minus 1 by 4, and we got a equal to 0. ബി താഴെ കിടക്കുന്നുണ്ട്. Now let us substitute. എയുടെ വാല്യൂ 0 ആവുമ്പോൾ ax 0 ആയിപ്പോയി. അപ്പോൾ അതിൽ ബി മാത്രമേ ഉള്ളൂ. What is b? minus 1 by 2 by x square plus 1 dx. നമുക്ക് ഓരോ ഇന്റഗ്രൽ ആക്കി തന്നെ എഴുതാം. ഒന്നിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പ്ലസ് ഇന്റഗ്രൽ ഓഫ് അടുത്തത് c. c is 1 by 4 by x minus 1 dx plus അടുത്തത് d ഇന്റഗ്രൽ ഓഫ് minus 1 by 4 by x plus 1 dx. ഇതാണ് ആൻസറിലേക്കുള്ള വഴി. ഇനി ഓരോ ഇന്റഗ്രലും എങ്ങനെയാണ് ആൻസറിലേക്ക് കൊണ്ടുവരിക നോക്കണം. ഇതില് minus 1 by 2 can be taken outside. ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് 1 by 1 plus x square dx, and the result is tan inverse x. അത് ഡയറക്റ്റ് ഫോർമുലയാണ്. പ്ലസ് ഇവിടെ 1 by 4നെ പുറത്തെടുക്കാം. ബാക്കിയുള്ളത് 1 by x minus 1, അതിന്റെ ഇന്റഗ്രൽ log modulus of x minus 1. അടുത്തതിൽ നിന്നും minus 1 by 4 can be taken outside. ബാക്കിയുള്ളത് 1 by x plus 1, അതിന്റെ ഇന്റഗ്രൽ log mod x plus 1 പ്ലസ് ഇന്റഗ്രേഷൻ തീർന്നുകൊണ്ട് c. ഇനി ഇവിടെ നമുക്ക് ഈ രണ്ട് ടേമിനെ കമ്പൈൻ ചെയ്യാം. നോക്കൂ, രണ്ടിലും 1 by 4 കോമൺ ഉണ്ട്, log a minus log b എന്നുള്ള ഫോം ഉണ്ട്. So combining that, minus 1 by 2 tan inverse x plus 1 by 4 log modulus of x minus 1 by x plus 1. 1 by 4 പുറത്തെടുത്താൽ log x minus 1 minus log x plus 1 ആണ്. അതിനെയാണ് ഇങ്ങനെയാക്കിയത്. പ്ലസ് ഇത് ഈ രീതിയിൽ നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്തത് ഇന്റഗ്രൽ ഓഫ് 1 by x into x raised to 4 minus 1 dx. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാവുന്നത് ന്യൂമറേറ്ററിൽ x ക്യൂബ് കൊണ്ടുവരിക. കാരണം x raised to 4 minus 1ന്റെ ഡെറിവേറ്റീവ് എന്താ? x ക്യൂബ് ആണ് അല്ലെ? അപ്പോൾ ഒരു x ക്യൂബ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും x ക്യൂബ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യാം. ന്യൂമറേറ്ററിൽ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് x ക്യൂബ് ഡിവൈഡഡ് ബൈ താഴെയും x ക്യൂബ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. പക്ഷെ ഓൾറെഡി താഴെ ഒരു x ഉണ്ട്. സോ x into x cube becomes x raised to 4
into x raised to 4 minus 1 dx എന്നാക്കി. നമ്മൾ ചെയ്തത് x raised to 4 എന്നുള്ള ടേം ഡിനോമിനേറ്ററിലുള്ളത് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും x ക്യൂബ് കൊണ്ട്, അതായത് x raised to 4ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻഡ്യൂ ചെയ്തു. ഇനി നമുക്ക് t equal to x raised to 4 കൊടുത്താൽ പോരെ. So what is dt? dt is 4x cube dx. Using this ഈ ഇന്റഗ്രലിനെ ഒന്ന് മാറ്റുന്നു. അപ്പോൾ എന്താ കിട്ടുക? ഇന്റഗ്രൽ ഓഫ് x ക്യൂബ് dx ന് പകരം dt by 4 വന്നു. Divided by x raised to 4 is t into t minus 1. അതിൽ നിന്നും dt by 4ന്റെ 1 by 4നെ പുറത്തേക്ക് എടുക്കാം. ഇന്റഗ്രൽ ഓഫ് 1 by t into t minus 1 dt നായി. ഇനി നോക്കുക, നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ഇന്റഗ്രലിന്റെ, ഏതാ അവിടുത്തെ ഇന്റഗ്രലിന്റെ? 1 by t into t minus 1. t ഒരു ഫാക്ടർ, t minus 1 രണ്ടാമത്തെ ഫാക്ടർ. അപ്പോൾ അതിനെ പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ലെറ്റ് 1 by t into t minus 1 equal to a by t plus b by t minus 1. ഇതിൽ നിന്നും ന്യൂമറേറ്ററിന്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. That is 1 is equal to a into t minus 1 plus b into t. ഇതാണ് ന്യൂമറേറ്ററിന്റെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് ടിക്ക് ഡിഫറെന്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ എയുടെയും ബിയുടെയും വാല്യൂ കാണും. സോ ആദ്യം t equal to 1 കൊടുക്കുകയാണ്. ഈ ടേം നോക്കിയിട്ടാണ് t equal to 1 കൊടുത്തത്. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? 1 is equal to ഇത് 0 ആയി b എന്ന് കിട്ടും. ഡയറക്റ്റ് ബിയുടെ വാല്യൂ ഇവിടെ കിട്ടി. ഇനി നമുക്ക് കൊടുക്കാവുന്ന ടിക്ക് 0 കൊടുക്കാം. സോ t equal to 0 implies 1 is equal to, ഇവിടെ എന്താ കിട്ടുക? ഇത് 0 വന്നാൽ a into minus 1, that is minus a, which implies a is equal to minus 1. അപ്പോൾ എയും കിട്ടി, ബിയും കിട്ടി. Now using this equation 1ലേക്ക് നമ്മൾ വരും. അപ്പോൾ നോക്കുക, therefore equation 1 implies, 1ന്റെ ലെഫ്റ്റിൽ നമ്മുടെ ചോദ്യമാണ് 1 by x into x raised to 4 minus 1 dx equal to, ഇനി അതിന്റെ റൈറ്റ് സൈഡിലേക്ക് വരിക, 1 by 4 into integral, ഇതിന് പകരം a by t, എയുടെ വാല്യൂ എത്രയാണ്? -1. സോ -1 by t എന്നായി. a by t ക്ക് പകരം -1 by t പ്ലസ് b എത്രയാണ് കിട്ടിയത്? 1 by t minus 1, ഇതിന് ഒന്നിച്ച് dt കൊടുക്കാം. Now let us integrate this. അപ്പോൾ എന്താ കിട്ടാൻ നോക്കാം? 1 by 4 into 1 by t യുടെ ഇന്റഗ്രൽ, ഒരു മൈനസ് ഉണ്ട്, മൈനസ് അവിടെ നിർത്തി. Integral of 1 by t is log mod t plus integral of 1 by t minus 1 is log mod t minus 1 plus c. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ log a minus log b ആണ്. ഈ ടേം മൈനസ് ആണ്. അപ്പോൾ ലോഗിന്റെ റൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ മാറ്റാം. എങ്ങനെ എഴുതാം? 1 by 4 into log മോഡുലസ് ഓഫ് ഏത് ടേം? പോസിറ്റീവ് ഇതാണ്. അപ്പൊ ഇത് ന്യൂമറേറ്ററിൽ t minus 1 by t plus c എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യണം? ടിയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദ ആൻസർ ഈസ് 1 by 4 ലോഗ് മോഡുലസ് ഓഫ്, ഇതിന് പകരം x raised to 4 minus 1 by ടിയുടെ വാല്യൂ x raised to 4 plus c. ഇതാണ് ഇവിടുത്തെ ആൻസർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചോദ്യം ഈ x raised to 4ന് പകരം എക്സിന്റെ പവർ മാറ്റിക്കൊണ്ട് പല രീതിയിലും ചോദിക്കാറുണ്ട്. സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, x into x raised to n minus 1 dx. ഇങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? നമ്മൾ x ക്യൂബ് കൊണ്ട് ഇൻഡ്യൂ ചെയ്ത സ്ഥലത്ത് x raised to n-ന്റെ ഡെറിവേറ്റീവിൽ വരുന്ന ടേം ഏതാ? x raised to n minus 1 കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പൊ എന്താ കിട്ടുക? x raised to n minus 1 by x into x raised to n minus 1 is x raised to n into x raised to n minus 1 കിട്ടും. ഈ ടേം ഇതിന് പകരം ഇങ്ങനെ വരും. ഈ എക്സിന്റെ പവർ മാറ്റിക്കൊണ്ട് ഈ ചോദ്യം പല രീതിയിലും ചോദിക്കാറുണ്ട്. ഇനി ഇവിടെ മൈനസിന് പകരം പ്ലസ് ആണെങ്കിലോ അപ്പോഴും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ രീതി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് സാധാരണ വരുന്ന ഒരു പാറ്റേൺ ആണ്. എക്സിന്റെ ഡിഗ്രി മാറ്റി മാറ്റി അത് പല രീതിയിലും ചോദിക്കാവുന്നതാണ്. ക്ലിയർ?